ശ്ലീഹാകാലം 3-ാം ഞായർ, ലൂക്ക 9:1-6 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കുവാൻ നമ്മൾ ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യണം. കർത്താവിൻ്റെ കാലം വരെ പിറകോട്ട് പോകണം. അവിടുത്തെ വാക്കുകളും ചെയ്തികളും മനസ്സിലാക്കുവാൻ ഇന്നത്തെ സാഹചര്യം ഉതകുകയില്ല. അക്കാലഘട്ടം നമുക്ക് ഇന്ന് അന്യമാണെങ്കിൽ ഒരു തലമുറയെങ്കിലും നമ്മൾ പിന്നോട്ട് പോകണം. സുവിശേഷത്തിൽ കാണുന്ന ജീവിതത്തിൻ്റെ സിംപ്ലിസിറ്റി മനസ്സിലാക്കുവാൻ അത് ഒരുപാട് ഉപകരിക്കും. വടിയും സഞ്ചിയും ചോറ്റുപാത്രവും ഉടുതുണിക്കും മറുതുണിയും ഇല്ലാത്ത ഒരു പുറപ്പെടൽ, എല്ലാ യാത്രാ സൗകര്യങ്ങളും ആവശ്യത്തിന് ആഡംബര വസ്തുക്കളുമെല്ലാം ഉള്ളപ്പോൾ വഴിവക്കത്തെല്ലാം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും ഒക്കെയായി അതിപരിചയമുള്ള നമുക്ക് ഇന്ന് അചിന്തനീയമാണ്. എൻ്റെ ബാല്യകാലത്തേക്ക് പിന്തിരിഞ്ഞു നോക്കിയാൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് കൂടുതൽ മനസ്സിലാകും. അതിന് അരനൂറ്റാണ്ടെങ്കിലും പിന്നോട്ട് പോകണം. അപ്പോഴാണ് സുവിശേഷത്തിൻ്റെ സിംപ്ലിസിറ്റിയിലേക്ക് ഒളിഞ്ഞു നോക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. നിരായുധരായിട്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. ജീവിതായോത്ഥാനത്തിന് ആവശ്യമായ ആയുധങ്ങളായി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്കില്ലാത്ത ആധികാരികതയും ആദ്യ ചൈതന്യത്തിൻ്റെ ശക്തിയും ആദ്യ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. ശക്തിപ്പെടുത്തിയിട്ടാണ് കർത്താവ് അവരെ ഗ്രാമങ്ങളിലേക്ക് അയച്ചത്. അരൂപിയുടെ ശക്തിയാണ് അവിടുന്ന് അവരിലേക്ക് നിശ്വസിച്ചത്. അശുദ്ധാരൂപിയെ കീഴടക്കാൻ, രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ, ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ, സമാധാനം എത്തിക്കുവാൻ ഭവനങ്ങളിലേക്കാണ് അവിടുന്ന് അവരെ അയച്ചത്. ഹൃദയത്തുറവിയുള്ളവർക്കാണ് ദൈവരാജ്യം തുറക്കപ്പെടുന്നത്. ചെറിയ ചെറിയ കൂട്ടായ്മയുടെ വിത്ത് പാകിയിട്ടാണ് ഓരോ ദിവസവും ഓരോ ഭവനങ്ങളിൽ അവർ കയറിയിറങ്ങിയത്. അവർ അങ്ങനെ ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചു. അവർ ഒരിടത്തും തങ്ങി നിന്നില്ല, താവളങ്ങൾ തേടുന്നില്ല, തിരിച്ചു ചെല്ലുവാൻ ഒന്നും ഒരിടത്തും നിക്ഷേപിച്ചിട്ട് പോകുന്നുമില്ല. പച്ചയായ മനുഷ്യനെ തേടിയാണ് അവർ പുറപ്പെട്ടത്. അവർക്കിടയിലാണ് അവർ വസിച്ചത്. ഓരോ പ്രഭാതത്തിനും അതിൻ്റേതായ പുതുമയുണ്ടായിരുന്നു, ഓരോ സന്ധ്യയ്ക്കും അതിൻ്റെ ശാന്തതയും. അവർ ദർശിക്കുന്ന മുഖങ്ങളിലെല്ലാം അവർ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രകാശം വീശി. അവിടെ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഏവരും ദർശിച്ചു. അദൃശ്യമായ അരൂപിയുടെ ചൈതന്യം അവർ ദർശിച്ചു. അതിന് പിന്നിൽ അയക്കുന്നവൻ്റെ സാന്നിധ്യവും അവരെ അനുഗമിച്ചു. വഴിയോരത്ത് കണ്ടുമുട്ടാവുന്ന ദൈവത്തെയാണ് അവർ വെളിപ്പെടുത്തിയതും പ്രഘോഷിച്ചതും. ഒപ്പം വഴിയാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവത്തെ, ഏവരോടൊപ്പമായിരിക്കുന്ന ദൈവത്തെ. ആ പ്രഘോഷണത്തിൽ അവാച്യമായ സ്വാതന്ത്ര്യ അവബോധവും തനിമയും പുതുമയും ഉണ്ടായിരുന്നു. അത് സ്വീകരിച്ചവർക്ക് അത് സദ്വാർത്തയായി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം എത്ര അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ എത്രമാത്രം അഗ്രാഹ്യമായി തീർന്നിരിക്കുന്നു. പ്രഘോഷണം എത്ര കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. സദ്വാർത്തയ്ക്ക് പകരം മനസ്സ് പതറിക്കുന്ന ആവർത്തനവിരസമായ വാർത്തകളിലെ ഉച്ചഭാഷണിയിലൂടെ ശ്രവണശേഷി നഷ്ടപ്പെട്ടവർക്കായി നമ്മൾ വിളംബരം ചെയ്യുന്നത് രോഗശാന്തി ആത്മീയ പ്രവൃത്തിയെ അല്ലാതായി തീർന്നിരിക്കുന്നു. ഭൗതിക രാജ്യത്തിൻ്റെ മോടിയിൽ ദൈവരാജ്യം കൂടുതൽ കൂടുതൽ അഗ്രാഹ്യവും അദൃശ്യവുമായി തീർന്നിരിക്കുന്നു. ദിവസവും ഉടുപ്പുകൾ മാറിയാലും അവയ്ക്കെല്ലാം ജീവിതം മുഷിഞ്ഞു പോയതിൻ്റെ മണമാണ്. അയക്കുന്നവൻ്റെ സുഗന്ധം ആർക്കും ഒപ്പമില്ല, ചുറ്റും പരത്തുന്നുമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്തരീക്ഷത്തിൽ എവിടെയും സദ്വാർത്ത പ്രഘോഷിക്കുന്നതിൻ്റെ സുഗന്ധമായിരുന്നു. വസന്തം വിരിയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും ഹൃദയവും തുറക്കപ്പെടും. അതുപോലെയായിരുന്നു ആദ്യത്തെ സുവിശേഷ പ്രഘോഷണത്തിലും സംഭവിച്ചത്. ഇന്ന് നമ്മൾ ശ്രവിച്ച സുവിശേഷം നമുക്ക് അന്യമാകുന്നത് ആദ്യ ശ്രവണത്തിൻ്റെ പശ്ചാത്തലം അപ്രത്യക്ഷമായതുകൊണ്ടാണ്. ഇന്നത്തെ സുവിശേഷ ധ്യാനം റീഇൻവെൻറ്റീവ് ആകണം.
സുവിശേഷത്തിൻ്റെയും അയക്കുന്നവൻ്റെയും അയക്കപ്പെടുന്നവൻ്റെയും തനിമ കണ്ടെത്തുന്നതായിരിക്കണം. ആ തനിമയിലേക്കും പുതുമയിലേക്കും നമുക്ക് തിരിച്ചു പോകാം. ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിലും കൂട്ടായ്മയുടെ ചെറുഭവനങ്ങളിലും മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവപുത്രനെ നമുക്ക് കണ്ടെത്താം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.